നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാർഗം നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. ഒരു പുരുഷൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ. നിങ്ങൾക്ക് മുൻഗണന നൽകുന്നു, നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവർ മാനിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരുടെ ഉള്ളിലുണ്ടാകുന്നു. ഭയം താൽക്കാലികമാണ്, എന്നാൽ പക്ഷാതാപം എന്നും നിലനിൽക്കും. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേയുള്ളൂ. നിങ്ങളതെങ്ങനെ ചെലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്തപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, സ്വയം വെറുത്തുകൊണ്ടോ, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ, നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ? നല്ലത് എന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. റിസ്ക് ഏറ്റെടുക്കുക. ഒരേയൊരു ജീവിതമേയുള്ളൂ. അത് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുക. പുരുഷൻ വികാരനിർഭരമായി പറയുന്ന വാക്കുകൾ ഒരു സ്ത്രീക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ലെന്ന് പഠനങ്ങൾ പറയുന്നു. ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല. അതിനർത്ഥം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്ന് ജീവിതത്തിൽ മുന്നേറുക. ആരെയും പങ്കാളികളാക്കാതിരിക്കുക. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ അല്ല, നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റമുണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരു പക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. അതാണ് ജീവിത വിജയം. മൃദുവായ സ്വഭാവം ബലഹീനതയായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. ആരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ കാൽ ഉറപ്പിച്ചു നിൽക്കുന്ന സ്ഥലം, നമ്മുടെ ആലോചനകളുടെ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നമ്മൾ ഒറ്റക്കാണ്. അവിടെ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുമുണ്ട്. നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവർ താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം തന്നെ ആവശ്യമാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ അത് എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒരു കള്ളം നിങ്ങൾ വേണ്ടത്ര ആവർത്തിക്കുന്നുവെങ്കിൽ അത് വിശ്വസനീയമായി തീരും. വിജയം ആർക്കും കൊണ്ടാടാം. ശക്തനു മാത്രമേ പരാജയം നേരിടാനാവൂ. ചരിത്രബോധമില്ലാത്ത മനുഷ്യൻ അന്ധനും ബധിരനുമാണ്. യുവത്വം കാത്തു സൂക്ഷിക്കുന്നവന് ഉള്ളതാണ്. ഭാവിയും അതുതന്നെ. ഒരു രാജ്യം കീഴടക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ ജനങ്ങളെ നിരായുധരാക്കണം. ആത്മാർത്ഥമായ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാകാതെ അതിനൊരു വിലയും ഉണ്ടാകില്ല. ആർക്കും അതിനും ഒരു വിലയും ഉണ്ടാവില്ല എന്നതാണ്. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും അതിനെ വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക.
നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുകയും ചെയ്യുക. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിലവാരത്തിലും ആത്മാർത്ഥതയിലും നിന്നും വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയാത്തവരോട് സ്വന്തം ജീവിതം വെളിപ്പെടുത്തരുത്. അപഹാസ്യത്തിന് കാരണമായിത്തീരും എന്നൊരു പാഠമാണ് നാം പഠിച്ചത്. പക്ഷേ ചില പാഠങ്ങൾ നാം വളരെ വൈകിയാണ് പഠിക്കാറുള്ളത്. മനുഷ്യൻ ജനിക്കുമ്പോൾ ശ്വാസമുണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ ശ്വാസമുണ്ടാകില്ല, പക്ഷേ പേരുണ്ടാകും. ഈ ശ്വാസവും പേരും തമ്മിലുള്ള അകലമാണ് ജീവിതം. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുമ്പ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും തന്നെ കാണില്ല. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം കൂടിയവരായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ: നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റമുണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നന്ദിയുള്ളവർ ആയിരിക്കണം. തീജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടങ്ങുന്നു. അത്യാഗ്രഹി അവൻ്റെ ധിക്കാരത്തിൽ കൊല്ലപ്പെടുന്നു. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. മറന്നുപോകുന്ന മനസ്സും നിലച്ചു പോയേക്കാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ: 1. സാവധാനത്തിലും ആഴത്തിലും ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിനെ ശാന്തമാക്കാൻ കഴിയും. 2. നിങ്ങളൊരു അപരിചിതനെ കാണുമ്പോൾ നോക്കി പുഞ്ചിരിച്ചാൽ അവർ തിരിച്ചു പുഞ്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആശങ്കകൾ എഴുതുന്നത് വേഗത്തിൽ ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കും. 4. വീഡിയോ ഗെയിം കളിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ജീവിതത്തിൽ പ്രയോഗിക്കുക. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ നിങ്ങൾ മനസ്സിനെ ബലപ്പെടുത്തണം. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ എപ്പോഴും ഓർക്കുന്നത് അവളുടെ സ്നേഹം ഏറ്റവും സത്യമായതുകൊണ്ടാണെന്ന് പഠനങ്ങൾ പറയുന്നു. എപ്പോഴും നല്ലൊരു വ്യക്തി ആയിരിക്കുക. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കരുത്. മനസ്സിലാക്കേണ്ടവർ നിങ്ങളുടെ മനസ്സിൻ്റെ മേന്മയും വേഗം മനസ്സിലാക്കുന്നു. അല്ലാത്തവർക്ക് ഒരു ജന്മം മുഴുവനും അതിന് കിട്ടിയാലും മതിയാകില്ല. ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്. നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണം എന്നില്ല. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും. ചിലത് നമ്മൾക്ക് സന്തോഷം നൽകും, ചിലത് നമ്മൾക്ക് ദുഃഖവും നൽകും. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നിയതെല്ലാം നമ്മുടെ അനുഭവമല്ലാത്തതുകൊണ്ടാണ്. നിസ്സാരമായി അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാനാകൂ.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.